ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. വിഷ്ണു കമലിനോട് പറയുക, എടാ വിദ്യാഭ്യാസമില്ലാത്തവരെ സമൂഹം അവഹേളിക്കും, കളിയാക്കുകയും കൊച്ചാക്കുകയും ഒക്കെ ചെയ്യും. ആശാനെ, ഒരു വഴി അടയുമ്പോൾ 9 വഴി തുറക്കുമെന്നല്ലേ പറയുന്നത്. നമുക്ക് ശ്രമിക്കാം. ഈ സതീശനെ കണ്ടിട്ടാണോ നമ്മൾ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ പോകുന്നത്? അവൻ പോകാൻ പറ ആശാനെ. എടാ കമല, എനിക്ക് അയാളോട് യാതൊരു പരിഭവവും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുറവുകൾ നമ്മുടെ ഭാഗത്തല്ലേ. നമുക്ക് അന്വേഷിക്കാവടാ, നമ്മുടെ പഠിപ്പിന് പറ്റിയ എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. എടാ, ഭൂമി ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുമല്ലേ, നമ്മളെയും പ്രതീക്ഷിച്ച് ഏതെങ്കിലും ഒരു ജോലി ഇങ്ങനെ കാത്തു കിടപ്പുണ്ടായിരിക്കും. സത്യഭാമ ആകെ ഒരു ടെൻഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് നമ്മുടെ രാഘവേട്ടൻ ശ്രദ്ധിക്കുന്നുണ്ട്. പിള്ള 2 വലിയ ബിഗ് ഷോപ്പർ നിറച്ച് സാധനങ്ങളും ഒക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. സത്യഭാമ അപ്പോൾ പിള്ളയെ നോക്കി നിന്നതാണെന്ന് തോന്നുന്നു. പിള്ളേ, ഞാൻ പറഞ്ഞ സാധനമൊക്കെ കിട്ടിയില്ലേ? കിട്ടി സത്യാമ്മേ. സത്യാമ്മ പൊന്നിയെ വിളിക്കുന്നുണ്ട്. പൊന്നി, ഇതൊക്കെ വാങ്ങിച്ച് അകത്തോട്ട് കൊണ്ടുവന്ന് വെച്ച്. പിള്ള പൊന്നിയോട് പറയുന്നു, ഈ ബാഗിലുള്ളതെല്ലാം പച്ചക്കറികളാണ്, ഈ ബിഗ് ഷോപ്പറിലുള്ളത് വീട്ടു സാധനങ്ങളും. കർപ്പൂരവും ചന്ദനത്തിരിയൊക്കെ ദാ ഇതിനകത്താണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതൊക്കെ എടുക്കുമ്പോൾ കണ്ടില്ലെന്നൊന്നും പറയരുത്. സത്യാമ്മ പൊന്നിയോട് പറയുന്നു, പൊന്നി, ആ തീപ്പെട്ടിയും കർപ്പൂരവും ചന്ദനത്തിരിയും എല്ലാം പൂജാമുറിയിലോട്ട് വെച്ചേരെ. അവിടത്തേക്ക് വേണ്ടി മാത്രം വാങ്ങിച്ചത് അതൊക്കെ. ഇനി എത്ര നാൾ അവിടെ ഇത് കത്തിക്കാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. സത്യഭാമ ആകെ സങ്കടത്തോടാണ്. ഇവിടെ ഉള്ളത് വരെ ഒന്നിനും ഒരു മുടക്കം വരുത്തണ്ടല്ലോ. ആ ഒരു പുണ്യമെങ്കിലും ഉണ്ടാകട്ടെ. സത്യാമ്മ വേണ്ട പലചരക്ക് കടയിലും പച്ചക്കറി കടയിലും ഒക്കെ കയറിയതിൻ്റെ ബാക്കിയാ. അത് പിള്ളേ, അത് എത്രയുണ്ടെങ്കിലും കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഇതിപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെ അത്യാവശ്യം കുറച്ച് ദിവസത്തേക്കുള്ളതൊക്കെ കാണുമല്ലോ. ഇനി കുറച്ച് ദിവസത്തേക്കൊന്നും മേടിക്കേണ്ടി വരത്തില്ലല്ലോ. സത്യാമ്മ, അത് 2 ആഴ്ചത്തേക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയാൽ മതി. ഇതൊക്കെ രാഘവേട്ടൻ ആ സെറ്റിയിലിരുന്ന് കാണുന്നുണ്ട്. രാഘവേട്ടന് സങ്കടം വരുന്നുണ്ട്. കാരണം സത്യഭാമ ഇങ്ങനൊന്നും ജീവിച്ച ആളല്ലല്ലോ. ഇങ്ങനെ കയ്യും കണക്കും നോക്കാറുമില്ല, ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊന്നും മേടിക്കാറുമില്ല. സത്യാമ്മ എന്നിട്ട് പിള്ളയോട് പറഞ്ഞു, പിള്ളയൊന്ന് അകത്തോട്ട് വാ. പിള്ള രാഘവേട്ടനോട് ചോദിക്കുന്നു, എന്തിനാ സാറേ സത്യാമ്മ എന്നോട് വരാൻ പറഞ്ഞത്? അത് എനിക്കെങ്ങനെ അറിയാവടോ? സത്യാമ്മ അകത്ത് പോയി കുറച്ച് നോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് പിള്ളയുടെ കൈ കൊടുത്തിട്ട് പറയുന്നു, എന്നാ പിന്നെ ഇതൂടെ വെച്ചോ പിള്ളേ. ഇതെന്തിനാ സത്യാമ്മേ? വേറെന്തെങ്കിലും കൂടെ മേടിക്കാനാണോ? വാങ്ങിക്കാനൊന്നും അല്ല പിള്ളേ, ഇത് ഞാൻ പിള്ളയ്ക്കായിട്ട് തന്നതാ. ഇതുവരെ ഇവിടെ ഇങ്ങനെ ജോലി ചെയ്യുന്നതല്ലാതെ എന്തെങ്കിലും കണക്ക് പറഞ്ഞ് വാങ്ങിക്കുകയോ കണക്ക് പറഞ്ഞ് ഞാൻ തരികയോ ചെയ്തിട്ടില്ല. വർഷങ്ങളായി ഞാൻ എന്തു തരുന്നോ അത് വാങ്ങി മിണ്ടാതെ പോകുന്ന രമണൻ പിള്ളയെ മാത്രമേ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളൂ. ഇതിപ്പോൾ ഇവിടെ ഇതുവരെ നിന്നതിൻ്റെ ശമ്പളമായിട്ടൊന്നും കരുതണ്ട. ഇത്രയും നാളത്തെ സേവനത്തിന് ഇതൊന്നും മതിയാകില്ലെന്നും എനിക്കറിയാം. സത്യഭാമയുടെ കണ്ണ് നിറഞ്ഞ് സങ്കടത്തോടെ തൊണ്ടയിടറിക്കൊണ്ട് സത്യാമ്മ പറയുക, ചിലപ്പോൾ നാളെ എനിക്കിതൊന്നും തരാൻ പറ്റിയൊന്നും വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ തരുന്നത്. സത്യാമ്മയ്ക്ക് പിള്ളയുടെ മുഖത്തോട്ട് നോക്കാൻ പോലും കഴിയുന്നില്ല. സത്യാമ്മ കുനിഞ്ഞു നിന്ന് സങ്കടത്തോടെ പറയുന്നു, പിള്ള ഇനി നാളെ മുതൽ വരണ്ട. സത്യാമ്മയുടെ വാക്കുകൾ പിള്ളയ്ക്ക് ഇടിവെട്ടേറ്റതുപോലെ ആയിപ്പോയി. രാഘവേട്ടനും പൊന്നിയും അങ്ങ് ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. അയ്യോ, വരണ്ടാന്നോ? അതെന്താ സത്യാമ്മ അങ്ങനെ പറയുന്നത്? ഞാൻ പിന്നെ എവിടെ പോകും? സത്യാമ്മ കരഞ്ഞുകൊണ്ട് പറയുക, പിള്ളയ്ക്ക് അറിയാമല്ലോ, ഇതിപ്പോൾ മുങ്ങാൻ നിൽക്കുന്ന ഒരു കപ്പലാ. ഓരോരുത്തരെയായിട്ട് രക്ഷപ്പെടുത്തി പറഞ്ഞു വിടുന്ന ഒരു കപ്പിത്താൻ്റെ കടമ മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഇനി അങ്ങോട്ടുള്ള പോക്കിൽ ഏത് രീതിയിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇനിയുള്ള കാലം ഭാര്യയും മക്കളും ഒത്ത് സന്തോഷമായിട്ട് സ്വന്തം വീട്ടിൽ പിള്ള ചെന്ന് കഴിയണം. ഇന്നോ നാളെയോ എന്നും പറഞ്ഞ് നിൽക്കുന്ന ഈ വീട്ടിൽ ഇനിയും ഇങ്ങനെ നിന്നിട്ട് എന്താ കാര്യം? മറ്റെവിടെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കുന്നവരെ കാര്യങ്ങൾ നടക്കണ്ടേ? അതിനാ ഞാൻ ഈ പണം തന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പിള്ള രാഘവേട്ടൻ്റെ അടുത്തോട്ട് ചെന്നിട്ട്, രാഘവൻ സാറേ, സത്യാമ്മ പറഞ്ഞത് കേട്ടോ? എന്നോട് എൻ്റെ കുടുംബത്തിൽ പോയി നിൽക്കാൻ. എനിക്ക് ഈ കുടുംബത്തെ കഴിഞ്ഞേ വേറെ ഉള്ളൂ എന്ന് സാറിന് അറിയില്ലേ സാറേ? ഒന്ന് പറഞ്ഞു കൊടുക്ക് സാറേ. സാറിൻ്റെ ഒരു കൈസഹായത്തിനാണ് ഞാൻ ഇവിടെ ജോലിക്കായി വന്നത്. ആ സഹായം എൻ്റെ മരണം വരെ ഞാൻ ചെയ്യും. അതിനെനിക്ക് പ്രതിഫലമോ ഭക്ഷണമോ ഒന്നും തരണ്ട. എങ്കിലും ഞാൻ ഇതൊക്കെ ചെയ്യും. കാരണം സാറിനറിയാവോ, ഞാൻ ഇതൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഞാനിവിടെ നിന്നിട്ടുള്ളതും നിഴല് പോലെ നടന്നിട്ടുള്ളതും. അതുകൊണ്ട് ഈ പൈസ എനിക്ക് വേണ്ട. ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. സത്യാമ്മേ, ഈ പൈസ തിരിച്ച് മേടിക്കണം സത്യാമ്മേ. എൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് സത്യാമ്മ പറഞ്ഞല്ലോ. ഈ വീടും വീട്ടുകാരും ഉള്ളതുകൊണ്ട് മാത്രമാ എനിക്ക് ആ കുടുംബവും ആ കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ടായത്. അവരൊക്കെ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചതും നല്ല വസ്ത്രങ്ങൾ ഇട്ടതും
അവിടെ വരുന്ന ഓരോ കാര്യങ്ങളും അന്തസ്സായിട്ട് നടത്തിയതും എൻ്റെ പെൺമക്കളുടെ വിവാഹം നടത്തിയത് എല്ലാം ഈ വീടും വീട്ടുകാരും ഉള്ളത് കൊണ്ട് മാത്രമാ. സത്യാമ്മയുടെ കയ്യിൽ നിന്നും തരുന്നത് കൊണ്ട് മാത്രമാ എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരിടത്തേക്കും പോവില്ല. 2 കൈയും എടുത്ത് തൊഴുതോണ്ട് പൊട്ടിക്കരഞ്ഞോണ്ട് പിള്ള സത്യഭാമയോടും രാഘവേട്ടനോടും പറയുന്നു, എന്നോട് പോകാൻ പറയരുത്. പിള്ളയുടെ ആ വാക്കുകൾ കേട്ട് സഹിക്കാനാകാതെ സത്യഭാമയും രാഘവേട്ടനും പൊന്നി എല്ലാം കരയുവാണ്. രാഘവൻ സാർ എന്നോട് പോകാൻ പറയല്ലേ. പോകാൻ പറഞ്ഞാൽ ഈ രമണൻ പിള്ള പിന്നെ തകർന്നു പോകും. അല്ല, പോകാൻ പറഞ്ഞാൽ തന്നെ ഞാൻ എവിടേക്ക് പോകാനാ? നിങ്ങൾ എവിടെ പോകുന്നോ അവിടേക്ക് ഞാനും വരും. അല്ലാതെ എനിക്ക് മാത്രം രക്ഷപ്പെടാനുള്ള ഒരു വഴി അതൊരിക്കലും ഞാൻ എടുക്കില്ല. ഈ വീട് വെച്ച സമയം മുതൽ ഞാൻ ഇവിടെ നിൽക്കുന്നതാ. ഇനി എന്നെ നിങ്ങൾക്ക് ഭാരമായിട്ട് തോന്നുന്നെങ്കിൽ സാറ് നേരെ ചൊവ്വയോ ഒന്ന് നടന്നു തുടങ്ങിക്കോട്ടെ. സാറൊന്ന് ഓടിത്തുടങ്ങട്ടെ, എന്നിട്ട് വേണമെങ്കിൽ ഞാൻ പൊയ്ക്കോളാം. രാഘവേട്ടൻ കരഞ്ഞോണ്ട് പിള്ളയുടെ തോളിലങ്ങ് കൈയിടുവാണ്. രാഘവേട്ടന് കഴിയുന്നില്ല കരയാതിരിക്കാൻ. രാഘവേട്ടനങ്ങ് വിങ്ങി വിങ്ങി കരയുവാണ് പിള്ളയുടെ തോളിൽ പിടിച്ചോണ്ട്. എടോ പിള്ളേ, മതിയടോ. താൻ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ എൻ്റെ ചങ്കു പൊട്ടിപ്പോകൂടോ. എടോ പിള്ളേ, താൻ പോവണ്ട. താനെന്നല്ല, ഈ വീട്ടിലെ ആരും ഒരിടത്തേക്കും പോവണ്ട. വാടക വീട്ടിലെങ്കിൽ വാടക വീട്ടില് നമുക്ക് പോകാവടോ പിള്ളേ. എന്ത് പറയുന്നു? നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് പോകാവുന്നേ. എന്നിട്ടുള്ളത് കൊണ്ട് അതിന് കഞ്ഞിയും ചമ്മന്തി ആയാലും സന്തോഷത്തോടെ കഴിച്ച് കിടക്കാവടോ. എന്നിട്ട് കരഞ്ഞോണ്ട് നിൽക്കുന്ന പൊന്നിയെ നോക്കി രാഘവേട്ടൻ ചോദിക്കുക, എന്താടി ഇനി നിനക്ക് വല്ലതും പറയാനുണ്ടോ? ആ കള്ളക്കിളവന്റെ ഊഴം കഴിഞ്ഞു. അയാൾ എന്നെ വിട്ടുപോകത്തില്ലെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം ഈ വീടും വീട്ടുകാരെയൊക്കെ വിട്ട് ഇയാൾക്കൊരു ലോകമില്ല. ഭാര്യയും മക്കളെയും കാണാൻ പോയാൽ പോലും കൂടിയാൽ 2 ദിവസമാ. 3-ാമത്തെ ദിവസം കാലത്തിവിടെ മുറ്റത്തുണ്ടാകും. അങ്ങനെയുള്ള ഇയാളൊക്കെ എവിടെ പോകാനാ? പൊന്നി ചങ്കുപൊട്ടി കരഞ്ഞോണ്ട് പറയുക, സാറേ ഞാൻ എന്നും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. പിള്ളച്ചേട്ടൻ പറഞ്ഞ പോലെ എനിക്കും അങ്ങനെ നിങ്ങളെയൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ? ഫാമയോട് രാഘവേട്ടൻ പറയുന്നു, താൻ കേട്ടില്ലേ, ഇവരാരും ഈ സങ്കടക്കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നില്ലെന്നാ പറഞ്ഞത്. അപ്പോൾ പിന്നെ കണ്ണീരും കയ്യുമായിട്ട് നമുക്ക് യാത്ര അങ്ങ് തുടരാം. അടുത്ത് നടക്കാൻ പോകുന്ന ഒരു വലിയ പടിയിറക്കൽ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നഷ്ടപ്പെടട്ടോ എല്ലാം. എന്നിട്ട് പിള്ളയുടെ തോളിൽ കൈയിട്ടോണ്ട് പറയുന്നു, ഇവനെ പോലെ ചങ്കു പറിച്ചു തരാൻ ആളുള്ളപ്പോൾ നമ്മൾ എന്തിനാ ഫാമയെ ഭയക്കുന്നത്? വരുന്നതൊക്കെ വരുന്നത് പോലെ വരട്ടെ. നമുക്കതെല്ലാം സ്നേഹം കൊണ്ട് നേരിടാവിടോ. ഞാനൊന്ന് പോയി കിടക്കട്ടെ. ഇനി ഇവിടെ നിന്നാലേ ഞാൻ കരഞ്ഞു പോവും. പിള്ളേ, ഞാൻ കിടന്നു കഴിഞ്ഞാലേ താൻ എന്നെ ഇടയ്ക്ക് വിളിച്ചൊന്ന് ഉറപ്പ് വരുത്തണോടോ, ശ്വാസം ഉണ്ടോന്ന്. സാറേ, എന്തുവായി പറയുന്നത്? എടോ, സമയം മോശമായതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ടേ. കളക്ടർ ഓഫീസിൽ ശാലിനി ഇരുന്ന് ഇങ്ങനെ ഫയലുകളൊക്കെ നോക്കുവാണ്. അനു വന്നിട്ട് പറയുന്നു, മാഡം ഇന്നത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജന ചർച്ച നടക്കുമെന്ന് തോന്നുന്നില്ല. മന്ത്രിയും MLAയും സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. അവര് വരാതെ എങ്ങനെയാണ് മാഡം പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നത്? അവർക്ക് മറ്റെന്തൊക്കെയോ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാനുണ്ടെന്ന്. അല്ലെങ്കിൽ തന്നെ അവരിതിൽ പങ്കെടുക്കത്തില്ലെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. നമ്മുടെ രാജ്യത്തിൽ നിന്നും ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ ഏത് രാഷ്ട്രീയ നേതാവിനാ താല്പര്യമുള്ളത്? അവർക്ക് പിന്നിൽ നിന്ന് കരഘോഷത്തോടെ മുദ്രാവാക്യം വിളിക്കാൻ ആള് വേണം. അതും ചോദ്യം ചെയ്യാൻ ആവതില്ലാത്ത ദരിദ്രരായ ആളുകൾ. അപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്താൽ അതിനാളെ കിട്ടുവോ? ശാലിനി ഇങ്ങനെ പറയുമ്പോൾ അനു ചോദിക്കുന്നു, അപ്പോൾ പിന്നെ ഇന്ന് നേരത്തെ ഇറങ്ങുന്നുണ്ടോ? നേരത്തെ ഇറങ്ങണമായിരുന്നു അനു. എനിക്കൊരു വീട് നോക്കണമായിരുന്നു. മാഡം, അത് വാടകയ്ക്കാണോ വിലയ്ക്കോ? വാടകയ്ക്ക് മതി അനു. വലിയ വാടകയുള്ള വീടൊന്നും വേണ്ട, ഒരു മീഡിയം വാടക. അതിലുള്ള സൗകര്യങ്ങളൊക്കെ മതി. ആർക്കാ മാഡം? എനിക്ക് മാറാനാ. നല്ല വൃത്തിയും വെടുപ്പുള്ള ഒരു വീടായിരിക്കണം. മഴ വന്നാൽ വെള്ളം നിൽക്കരുത്. പിന്നെ കുടിവെള്ളവും മുറ്റത്ത് നല്ലൊരു കിണറും ഉണ്ടെങ്കിൽ സംഗതി കുറച്ചുകൂടെ ഓക്കെയാ. ഇതൊക്കെയാ ഡിമാൻഡ്സ്. അനുവിന്റെ പരിചയത്തിലെങ്ങാനും വീടുണ്ടോ? നോക്കാം മാഡം. നമ്മുടെ ആ ബീനാറോയുടെ വീടിനടുത്ത് ഒരു വീടുണ്ടെന്ന് പറഞ്ഞു കേട്ടിരുന്നു. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള വീടാണെന്നാ കേട്ടത്. ചോദിച്ചിട്ട് നമുക്ക് പോയിന്ന് നോക്കിയേക്കാം. എന്നാൽ പിന്നെ താമസിപ്പിക്കേണ്ട അനു. നമുക്ക് നാളെയോ മറ്റന്നാളോ പോയി കാണാം. മാഡം, വിഷ്ണു സാറിന്റെ വീടിന്റെ കാര്യം അതെന്തായി? എന്തെങ്കിലും തീരുമാനമായോ? എൻ്റെ അനു, ഇത്രയും വലിയൊരു തുക അടയ്ക്കാൻ ആരെ കൊണ്ടാ പറ്റുന്നേ? വലിയ ചതിയല്ലേ നടന്നത്? വിഷ്ണു സാർ ഇതിനകത്തൊന്നും ഇടപെട്ടില്ലായിരുന്നോ? അതിന് വിഷ്ണുവേട്ടന്റെ അച്ഛന്റെ അനിയൻ തന്നെയാ ഇവരെ അതിൽ പെടുത്തിയത്. അച്ഛൻ എന്തൊക്കെയോ എതിര് പറഞ്ഞെങ്കിലും സത്യാമ്മ അതൊന്നും കാര്യമാക്കിയില്ല. വിഷ്ണുവേട്ടനോട് പോലും ഒന്ന് ആലോചിക്കാതെയാ ഒപ്പിടാനുള്ള പേപ്പറും ഒക്കെ ആയിട്ട് വന്നപ്പോഴാ കാര്യങ്ങളുടെ ഗൗരവം വിഷ്ണുവേട്ടന് മനസ്സിലാകുന്നത്. പക്ഷെ അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി കഴിഞ്ഞു. വിഷ്ണു സാറിന് ജോലിയൊന്നും ആയില്ലായിരുന്നോ?
അതോ നേരത്തെ ഉണ്ടായിരുന്ന ജോലിയിൽ നിന്ന് ഇപ്പം മാറിയതാണോ? എന്താ അനു അങ്ങനെ ചോദിച്ചേ? അത് മേഡം, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഓഫീസിൽ സാറ് ജോലിക്കായിട്ട് ചെന്നിരുന്നുവെന്ന് അറിഞ്ഞു. അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല അനു. എങ്കിൽ ഞാൻ അറിയണ്ടേ? ഇല്ല മേഡം, ജോലിക്കായി ചെന്നിരുന്നു. അവിടെ അക്കൗണ്ട്സിലൊക്കെ ജോലി ഒഴിവുണ്ടായിരുന്നു. പക്ഷേ വിഷ്ണു സാറിന് ക്വാളിഫിക്കേഷൻ കുറവായതുകൊണ്ട് ആ ജോലിക്ക് കയറാൻ പറ്റിയില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. അനു, അത് വിഷ്ണുവേട്ടൻ തന്നെയാണെന്ന് അനുവിന് ഉറപ്പാണോ? എൻ്റെ അയൽക്കാരിയാണ് ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. മേഡത്തെയും വിഷ്ണു സാറിനെയൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. അവൾക്ക് എന്തുവായാലും തെറ്റുപറ്റില്ല. എന്തായാലും ഞാനിത് വിഷ്ണുവേട്ടനോട് ചോദിക്കാം. ശാലിനിക്കൊരു വല്ലാത്ത ടെൻഷനും വിഷമവുമായി. കാരണം വിഷ്ണുവിൻ്റെ ക്വാളിഫിക്കേഷൻ ഇവർക്കാർക്കും അറിയില്ലല്ലോ. അത് ശാലിനിക്ക് മാത്രമല്ലേ അറിയാവുള്ളൂ. എനിക്കൊരാളെ കാണാനുണ്ട്, ഞാനൊരു അല്പം നേരത്തെ ഇറങ്ങുക എന്നും പറഞ്ഞ് ശാലിനി അവിടുന്ന് പെട്ടെന്നങ്ങ് പോവുകയാണ്. സത്യമ്മ പൂജാ റൂമിൽ വിളക്കൊക്കെ തെളിയിച്ച് ഭഗവാന്റെ മുന്നിൽ നിന്നും പ്രാർത്ഥിക്കുവാണ്. കൃഷ്ണ ഭഗവാനെ, ഈ കത്തുന്നത് കർപ്പൂരമല്ല, എൻ്റെ മനസ്സാ. ഇക്കാലം അത്രയും ഞാൻ ഈ വീട്ടിൽ വന്നതിന് ശേഷം അങ്ങയെ വിളിക്കാത്ത ഒരു നേരം പോലും ഇല്ല. കർപ്പൂരവും ചന്ദനത്തിരിയൊക്കെ കത്തിക്കുന്നതിന് ഞാൻ ഇതുവരെയും ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. എന്നിട്ടും ഭഗവാനെ, എന്തിനാ ഞങ്ങളോട് ഈ ചതി കാണിച്ചത്? ഈ ഒരവസ്ഥയിൽ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ കൊണ്ടെത്തിച്ചത്? നാളെയോ മറ്റന്നാളോ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വരും. ഇവിടെ പുതിയ അവകാശികൾ വരും. പിന്നെ അവരായി അവരുടെ പാടായി. ചങ്കുപൊട്ടി കരഞ്ഞുകൊണ്ട് സത്യഭാമ ഭഗവാനോട് പറയുക, ഇവിടുന്ന് ഇറങ്ങിക്കൊടുക്കുന്നതിൽ നല്ല സങ്കടമുണ്ട്. പക്ഷേ സങ്കടം ഉണ്ടായിട്ട് എന്ത് കാര്യം? ഞങ്ങളെ സംരക്ഷിക്കേണ്ട ഈശ്വരന്മാർ ഞങ്ങളെ തിരികെ നോക്കുന്നില്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് ഇറങ്ങിക്കൊടുക്കാതെ വേറെ മാർഗമില്ലല്ലോ. ഭഗവാനെ കൃഷ്ണ, ഒരു കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുമെന്നോ എവിടേക്ക് പോകുമെന്നോ ഞങ്ങൾക്കറിയില്ല. ഭഗവാനെ നീ തന്നെ പറ, ഞങ്ങൾ എങ്ങോട്ട് പോകണം? നാളെ മുതൽ ഇവിടെ തിരികൊളുത്താനേ വേറെ ആൾക്കാർ വരുമെന്നാ പറയുന്നേ. അവരിവിടെ വന്ന് തിരികൊളുത്തുവോ അതോ കള്ളുഷാപ്പ് തുടങ്ങുമോ എന്നൊക്കെ അവരുടെ വന്നതിന് ശേഷമേ അറിയാൻ പറ്റൂ. ഞാൻ ഇന്നലെ വരെ തുളസിക്കതിർ വെച്ച് ആരാധിച്ച സ്ഥലത്ത് ഒരു കള്ള് വെച്ച് ആരാധിക്കും. എന്തിനായിരുന്നു ഭഗവാനെ ഞങ്ങളോട് ഈ പരീക്ഷണം? ഇവിടുന്ന് ഇറങ്ങുമ്പോൾ രാഘവേട്ടൻ്റെ അവസ്ഥ എന്താകുമെന്ന് എനിക്കറിയാൻ പോലും പറ്റുന്നില്ല. കാരണം ഈ വീടിൻ്റെ ഓരോ മൂലയിലും നിറഞ്ഞു നിൽക്കുന്നത് രാഘവേട്ടൻ്റെ സ്വപ്നവും ആഗ്രഹങ്ങളുമാണ്. അതെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർത്തെറിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അങ്ങയോട് ചോദിക്കാൻ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഞങ്ങളുടെ കണ്ണുനീര് കാണാൻ ഭഗവാനെ അങ്ങയ്ക്ക് ഇത്രയ്ക്ക് ആഗ്രഹമോ? എന്തുവാണെങ്കിലും ഭഗവാൻ തരുന്നതാണെന്ന് കരുതി ഞങ്ങളതങ്ങ് സ്വീകരിക്കുക. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുക. ചങ്ക് പൊട്ടി ഓരോന്നോരോന്നോട്ട് ഭഗവാനോട് ചോദിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിനു മുമ്പ് സത്യഭാമ ചെയ്തു കൂട്ടിയ അപരാധങ്ങളെല്ലാം സത്യഭാമ അങ്ങ് മറന്നോ? സകല ദുഷ്ടത്തരങ്ങളും കൊള്ളരുതായ്മകളും ചെയ്തിട്ട് രാഘവേട്ടൻ്റെ വാക്കിന് ഒരു വില പോലും കൊടുക്കാതെ ഭഗവാനോടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണമെന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അപ്പോൾ സത്യഭാമ ഇനി കുറച്ച് വെള്ളം കുടിക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, സത്യഭാമ ഇനി എന്ത് ചെയ്യും? ഭഗവാൻ എന്താണ് സത്യഭാമയ്ക്കായിട്ട് ഇനി കരുതി വെച്ചിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ പറയാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.